ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് 2 ബൊക്കെ ഉണ്ടാക്കിയാലോ. ഹാൻഡ് ബൊക്കെയാണ് ഉണ്ടാക്കുന്നത് വെഡ്ഡിങ്ങിനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ജിപ്സം പൂക്കൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. വൈറ്റ് ജിപ്സമാണ്. അതിനെ കുറച്ച് അതിൻ്റെ ബഞ്ചായിട്ടിരിക്കുന്നതെല്ലാം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി സെല്ലോ ടേപ്പ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റോസിലാണ് ഇത് ചേർത്ത് ഫിക്സ് ചെയ്ത് ബൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ എടുത്തു വെക്കുന്നത്, നമ്മൾ ഏത് കളർ റോസാണോ നമുക്ക് ആവശ്യം, ആ റോസാപ്പൂവിൻ്റെ കൂടെ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബഞ്ചാക്കി വെച്ചിരിക്കുന്ന ഈ ജിപ്സം പൂക്കളും കൂടെ ചേർത്ത് ഒന്ന് ഒട്ടിച്ചോ കെട്ടിയോ എന്തേലും പിടിപ്പിക്കണം. ബാക്ക് പെയിൻ നല്ലപോലെ ഉണ്ട്, അതുകൊണ്ട് ബെൽറ്റൊക്കെ കെട്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് കാരണം തന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പം ഞാൻ ഓരോ റോസാപ്പൂക്കളിലും ജിപ്സം ചേർത്ത് വെച്ച് ഒട്ടിച്ച് ഇതാണ് കാണിക്കുന്നത്. ഈ 2 ദിവസമായിട്ട് എനിക്ക് കുറച്ച് ഏറെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഇത്രയ്ക്ക് അങ്ങ് നടുവേദന ആയിപ്പോയത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പൂക്കളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ബൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഫിനിഷ് ആക്കാതെ നമ്മളിത് കയ്യിൽ നിന്ന് തറയിൽ വെക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇത് വീണ്ടും പഴയ രീതിയിൽ പൂക്കൾ സെപ്പറേറ്റ് ആയി പോവും. ഇതിപ്പോൾ ഫസ്റ്റ് മുതൽ അവസാനത്തെ ടച്ച് വരെ നമ്മൾ ഒറ്റ കയ്യിൽ ഇത് പിടിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് ഫുള്ള് കവറായി വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇടയ്ക്ക് പിന്നെ പൂക്കളല്ലാതെ ഇലകളോ വേറെ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് പൂക്കൾ മാത്രം വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ കസ്റ്റമർ പറഞ്ഞ കളർ കോമ്പിനേഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് അവരുടെ സാരിയുടെ കളറിനാണ് ഞാനിവിടെ പൂക്കൾ സെലക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ബൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി അതെല്ലാം ചേർത്ത് വെച്ച് ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് കെട്ടിയെടുക്കണം. ഞാനിവിടെ ഉള്ളൻ ത്രെഡ് വെച്ച് കെട്ടിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സാറ്റൻ റിബണോ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സൈഡിൽ 2-3 ലീഫും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടൊന്നും കൊടുത്തിട്ടില്ല, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ലീഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സ്റ്റെം വരുന്നിടത്ത് വൈറ്റ് കളർ സാറ്റിൻ റിബൺ ഒട്ടിച്ചിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ കുറച്ച് പോർഷൻ ഒന്ന് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടത്തുള്ളേ. അങ്ങനെ 2 ബൊക്കെയും ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. ഇത് നമ്മുടെ മനോജ് അങ്കിളുടെ മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല 2-3 വേറെ ഐറ്റവും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. 1-2 ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് വഴിയേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ ഒരു കമൻറ്റെങ്കിലും തരാനൊന്ന് ഓർക്കണേ. എന്നാൽ പിന്നെ വധൂവരന്മാർക്ക് ബൊക്കെ കൊടുക്കുന്നതും കൂടെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.